ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഏത് കാര്യവും നമുക്ക് നേടിത്തരുന്നത് ആഗ്രഹങ്ങളാണല്ലോ. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് പ്രവൃത്തിയും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ആകർഷണം തോന്നുന്ന പല ഘടകങ്ങളും ഉണ്ട്. തന്നെയല്ല, ഇതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് പെട്ടെന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു കാര്യത്തിനകത്ത് ആ കറക്റ്റായിട്ടുള്ള മൂഡ് വരാൻ താമസം വരുന്നത് സ്ത്രീകൾക്കായിരിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ, പലരുടെയും ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ മൂഡ് വരാനുള്ള സാഹചര്യം വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഉത്തേജിക്കപ്പെടാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് പലർക്കും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. കാരണം ഏത് തരത്തിലുള്ള മാനസിക സംഘർഷമാണെങ്കിലും ഇതിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലരെ സംബന്ധിച്ച് അവരിത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുരുഷൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ പങ്കാളിയെ യഥാർത്ഥത്തിൽ ഈ ഒരു മൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, രണ്ടുപേരും ഒരുപോലെ ഈ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ശാരീരിക മാനസിക സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് ഏത് കാര്യത്തിനകത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ നമുക്കിവിടെ വേണ്ടത് വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ എന്ന കൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് രീതി ചെയ്താലും ഏത് മെത്തേഡ് ചെയ്താലും ആദ്യം നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കണം. എന്നുവെച്ചാൽ ലൈംഗികപരമായിട്ടുള്ള ഒരു എനർജി ലെവല് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കൂട്ടാൻ സാധിക്കണം. ഇപ്പം തുടക്കത്തിൽ പാദങ്ങളിൽ, കാലുകളിൽ, അതുപോലെ തുടകളിലൊക്കെ തന്നെ ലൈറ്റായിട്ട് പ്രസ് ചെയ്യുകയും മസാജ് ചെയ്യുകയും ചെയ്യുന്ന രീതിയുണ്ട്. എന്നുവെച്ചാൽ അവരിതിന് ആരെയാണോ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണോ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അവരുടെ സ്പർശനം ഒരു വലിയ കാര്യമാണ്. ഇപ്പം ഏത് രീതിയാണെങ്കിലും അതിനകത്ത് ചെയ്യുന്ന ആളും ചെയ്യിപ്പിക്കുന്ന ആളും എന്നൊരു കൺസെപ്റ്റ് വരുമല്ലോ. രണ്ട് കൂട്ടരുടെയും മനസ്സിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികൾ വേണം നിറഞ്ഞു നിൽക്കാൻ. അതുപോലെ ഈ സമയത്ത് മറ്റൊരു ഫയലും നമ്മുടെ ബ്രെയിനിൽ ഓപ്പൺ ആക്കരുത്. അപ്പോൾ ഇങ്ങനെ തുടകളിലൊക്കെ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. അപ്പോൾ ഈ സമയത്തുള്ള എല്ലാ സങ്കല്പങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ പേഴ്സണലാണ്, അത് അവരുടെ അവകാശവുമാണ്. യഥാർത്ഥത്തിൽ ലൈംഗികത ആനന്ദകരമാക്കണമെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പല മേഖലകളിൽ കൂടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് അവരുടെ കാൽപാദം മുതൽ ആകർഷണമുള്ളതായിരിക്കണം. കാരണം പ്രകൃതി അങ്ങനെയാണ് അവരെ ഒരുക്കിയിട്ടുള്ളത്. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നെർവെൻഡിക്സ് വരുന്നത് കാൽപാദങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള അവിടുത്തെ പ്രസ്സിങ് ഒക്കെ വല്ലാത്ത ഒരു അനുഭൂതിയായിരിക്കും. അതുപോലെ ഈ സമയത്ത് അല്പവസ്ത്രമാണെങ്കിലും അതിനൊരു ആകർഷണം വേണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആകർഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് അവരുടെ വസ്ത്രമാണ്. പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ ബ്രെയിൻ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നത് കാണാനാണ് ആകാംക്ഷ കൂടുതൽ. അതുപോലെ റൂമിലാണെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള പ്രകാശം നല്ലതാണ്. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു കാര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണുകളൊക്കെ അടച്ച് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ സമയത്ത് സൂക്ഷ്മമായിട്ട് എന്താണോ സങ്കല്പിക്കുന്നത് അതായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ഓരോ ചുംബനത്തിനും സ്പർശനത്തിനുമൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. അത് ബ്രെയിനിൽ കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. ക്രിസരിയുടെ ഭാഗത്ത് ചില ക്രിയകൾ ചെയ്യുന്നതിനും ഒരു സമയമുണ്ട്. എങ്കിൽ മാത്രമേ ബ്രെയിന് അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അതുപോലെ സ്ത്രീ പുരുഷനെ ചെയ്യുമ്പോഴും ആകാംക്ഷ കൂട്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയുണ്ട്, താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന രീതിയുണ്ട്. ചിലർക്കാണെങ്കിൽ പാദങ്ങളിൽ തുടങ്ങുന്നതാണ് ഇഷ്ടം. കാരണം ചുംബനങ്ങളാണെങ്കിലും അത് പലതരത്തിലുണ്ട്. കാമം കൊണ്ടും ഉണ്ട്, സ്നേഹം കൊണ്ടും ഉണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സ്നേഹമെന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ കാമമെന്ന് പറയുമ്പോൾ അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം ദാമ്പത്യ വിജയത്തിന് ഇത് രണ്ടും വേണം. പങ്കാളിയോട് സ്നേഹവും വേണം, കാമവും വേണം. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആ സംതൃപ്തി കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരേ രീതി തന്നെ കുറേ സമയം അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ്. എങ്കിൽ മാത്രമേ ബ്രെയിൻ അതിനകത്ത് ഏകാഗ്രപ്പെടാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ സ്ട്രോക്ക് കിട്ടേണ്ടടുത്ത് അതിനൊരു കണ്ടിന്യൂഷൻ വേണം, അതിന് അതിൻ്റേതായ സമയം വേണം. ചിലർക്കാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ സങ്കല്പിച്ചെങ്കിലേ ഒരു എനർജി ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ചില ക്രിയകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. മനസ്സ് സന്തോഷത്തിലാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിങ് വളരെ കറക്റ്റായിട്ട് നടക്കും.
എനിവേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.